ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലുള്ള ചില സ്മാർട്ട് ലോജിക്കൽ ട്രിക്സിനാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ടെർണറി നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടിയും റിലേറ്റ് ചെയ്ത പരിപാടിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് കോഡ് എങ്ങനെ കുറച്ചും കൂടി ഷോർട്ടാക്കാം, കുറച്ചുകൂടി സ്മാർട്ടാക്കാം എന്നൊക്കെ നമുക്ക് എഴുതാം. കോഡിങ് എങ്ങനെ സ്മാർട്ടാക്കി എഴുതാം എന്നുള്ളത് നമ്മളിന്ന് ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൂത്തി വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ട്രൂത്തി ഫോൾസി വാല്യൂസ് വർക്ക് ചെയ്താൽ സംടൈംസ് നമുക്ക് എന്ത് വെച്ചിട്ടുണ്ട് റിയൽ ബൂളിയൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ട്രൂത്തി വാല്യൂ ആണെങ്കിൽ ട്രൂ എന്നും ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്നും നമുക്കൊരു സ്ട്രിക്റ്റ് കൺവെർസേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഉപയോഗിക്കുന്നത് ബേസിക്കലിയാണ് നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ട്. സോ അത് നമ്മൾ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുന്നത് ഡബിൾ നോട്ടാണ്. ഓക്കെ, സോ ഡബിൾ എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് ഷോർട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഡബിൾ ബാങ്ക് എന്നാണ് നമ്മളിതിന് പറയുക. ഓക്കെ, സോ ഡബിൾ ബാങ്ക് ഈ എംപ്റ്റി സ്ട്രിങ് ആണെങ്കിൽ ബേസിക്കലി അത് ഫോൾസി ആണെങ്കിൽ അത് ഫോൾസ് എന്നാക്കും. ഓക്കെ, പിന്നെ ഡബിൾ ബാങ്ക് ബേസിക്കലി ഇതിന് ഡബിൾ ബാങ്ക് എന്ന് പറയുക ഡബിൾ എക്സ്ക്ലമേറ്ററിക്ക് ഓഫ് ലൈക്ക് ഡബിൾ ബാങ്ക് 1 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ട്രൂ ആക്കി മാറ്റും. സോ സിംഗിൾ എക്സ്ക്ലമേഷൻ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ നെഗേഷനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സോ ഡബിൾ എക്സ്ക്ലമേറ്ററി ഇവിടെ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ കൺവേർട്ട് ചെയ്യും, വാല്യൂ ബേസിക്കലി ബൂളിയനായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ട്രൂത്തിനെ ട്രൂന്നും ഫോൾസിനെ ഫോൾസും ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഡബിൾ എക്സ്ക്ലമേറ്ററി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ കൺവേർട്ട് ചെയ്യുന്ന വാല്യൂ ബൂളിയനായിരിക്കും മാറ്റുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ചേഞ്ച് വരത്തില്ല. ഒറിജിനൽ ട്രൂത്തിനെസ് വാല്യൂ എവിടെയെന്ന് വെച്ചാൽ അതവിടെ മാറ്റം വരത്തില്ല അതിന്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എംപ്റ്റി സ്ട്രിങ്ങിന് ഈ ഡബിൾ ബാങ്ക് എംപ്റ്റി സ്ട്രിങ്ങിന് കൊടുക്കണമെങ്കിൽ ഫോൾസും പിന്നെ ഡബിൾ ബാങ്ക് 1 കൊടുക്കണമെങ്കിൽ ട്രൂ ആക്കി മാറ്റും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻസ്പെക്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഞാനത് താഴേക്കിടാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഡബിൾ എക്സ്ക്ലമേറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസും ഡബിൾ എക്സ്ക്ലമേറ്ററി കൊടുത്തിട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ട്രൂ ആക്കി മാറ്റുകയും ചെയ്യും. ഓക്കെ, സോ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓർ ഓപ്പറേറ്ററാണ്. സോ ഓർ ഓപ്പറേറ്ററിന് അത്യാവശ്യം നല്ല പവർഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡീഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓർ ഓപ്പറേറ്റർ വെച്ചിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ എഴുതി കോൺസ്റ്റന്റ് നെയിം ഈക്വൽ ടു ഒരു സം ഇൻപുട്ട് ഓർ മാക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഓക്കെ, ലോജിക്ക് സിമ്പിളാണ്. സം ഇൻപുട്ട് ഫോൾസി ആണെങ്കിൽ ബേസിക്കലി സം ഇൻപുട്ടിന് വാല്യൂ എംപ്റ്റി സ്ട്രിങ് ആണോ അല്ലെങ്കിൽ നള്ളോ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ മാക്സ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ സം ഇൻപുട്ട് ട്രൂത്തി ആണെങ്കിൽ എന്ന് വെച്ചാൽ സം ഇൻപുട്ടിൽ ഒരു വാല്യൂ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സച്ചിൻ, സൗരവ് എന്നുള്ള വാല്യൂസൊക്കെ സം ഇൻപുട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അത് ട്രൂത്തി ആയിരിക്കും. സോ സം ഇൻപുട്ട് തന്നെയായിരിക്കും അത് അസൈൻ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇവിടെ നമ്മുടെ എക്സാമ്പിൾ നടക്കുന്നത്. സോ ട്രൂത്തി വാല്യൂ ആണെങ്കിൽ എടുക്കും, ഓർ അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൂത്തി വാല്യൂ എന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യും എന്നുള്ളത്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം വേണമെങ്കിൽ കോൺസ്റ്റ് നെയിം 1 ഈക്വൽ ടു ഞാനിവിടെ നൾ എഴുതി, നൾ ഓർ ഞാനിവിടെ സച്ചിൻ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എടുക്കുന്നത് നെയിം 1ൽ എന്തായിരിക്കും സച്ചിനായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ട്രൂത്തി വാല്യൂ എന്താ വെച്ചാൽ അതായിരിക്കും ഓറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ കോൺസ്റ്റ് നെയിം 2, ഓക്കെ നെയിം 2ന് പകരം ഞാനിവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നെയിം 2 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും എടുക്കുന്നത് ടെസ്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് ട്രൂത്തി വാല്യൂ എന്താ വെച്ചാൽ അതായിരിക്കും എടുക്കേണ്ടത്. ഓവർ കണ്ടീഷൻ ബേസിക്കലി അതാണ്. ഫസ്റ്റ് ട്രൂത്തി വാല്യൂസ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഒരു ആൻഡ് ഓപ്പറേറ്ററാണ്. സോ ആൻഡ് ഓപ്പറേറ്ററിന് ഒരു ഓപ്പോസിറ്റ് പാറ്റേൺ ആണുള്ളത്. സോ കണ്ടീഷൻ ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് എടുക്കുള്ളൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ന് വെച്ചാൽ സെക്കൻഡ് വാല്യൂ റിട്ടേൺ ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതെന്ന് വെച്ചാൽ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെയാണ് ആൻഡ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യാം. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുള്ള കോൺസ്റ്റന്റ് നെയിം ഈക്വൽ ടു ഈസ് ലോഗ്ഡ് ഇൻ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് മാക്സ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് ഈസ് ലോഗ്ഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് വാല്യൂ ട്രൂ ആണെങ്കിൽ ഓക്കെ എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ മാക്സ് ആയിരിക്കും സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈസ് ലോഗ്ഡ് ഇൻ ട്രൂ ആണെങ്കിൽ അതെന്ന് വെച്ചാൽ മാക്സ് എന്നുള്ള വാല്യൂ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ഇഫ് ഈസ് ലോഗ്ഡ് ഇൻ അത് ഫോൾസ് ആണെങ്കിൽ അത് എന്ന് വെച്ചാൽ ഫോൾസ് അല്ലെങ്കിൽ നൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്താണോ ഈസ് ലോഗ്ഡ് ഇൻ ഉള്ളതെന്ന് വെച്ചാൽ അത് ഹോൾഡ് ചെയ്യും. സോ അതാണ് ഇവിടെ നടക്കുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ അതേപോലത്തെ എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ കോൺസ്റ്റ് നെയിം 3 എന്ന് കൊടുക്കാം. നെയിം 3 ഈക്വൽ ടു
ഞാനിവിടെ എഴുതാണ് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞ് എഴുതാം, ടെസ്റ്റ് 1. ഓക്കെ, എന്നിട്ട് ഇവിടെ നെയിം 2 എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് ആൻഡ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ടെസ്റ്റ് 1 എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഇത് ഫസ്റ്റത്തെ വാല്യൂ ട്രൂ ആണെങ്കിൽ ബേസിക്കലി എന്ന് വെച്ചാൽ അത് സെക്കൻഡ് വാല്യൂ എടുത്ത് നമുക്ക് തരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് കോസ്റ്റ് നെയിം 3 എന്നാക്കാം. ഞാനിവിടെ നെയിം 3 ഞാൻ എഴുതി. എന്നിട്ട് ഫസ്റ്റത്തെ വാല്യൂ ഞാൻ വന്നിട്ട് ഇവിടെ നള്ളെന്ന് കൊടുത്തോക്കാം. നമുക്ക് നള്ളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിം 3യിൽ എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? നള്ളെന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഇതാണ് നമ്മൾ ഇതുള്ളത്. ഓർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രൂത്തി വാല്യൂ എന്ന് വെച്ചാൽ അത് നമുക്ക് എടുത്തിരും. ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോൾസി ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. എൽസ് ലാസ്റ്റ് ട്രൂ വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ആൻഡ് ഓപ്പറേറ്റർ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മളിത് ചെക്ക് ചെയ്തു കൺസോളിൽ. ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കൺസോളിൽ നോക്കാം. ഇപ്പം ഞാനിവിടെ എഴുതാം ലെറ്റ് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ് എഴുതാം. നമുക്ക് ഇൻപുട്ട് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിങ് ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നോട്ട് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഫോൾസ് ആണ് കിട്ടുന്നത്. യൂസർ ഇൻപുട്ടിൻ്റെ വാല്യൂ എംപ്റ്റി സ്ട്രിങ് ആണ്, പക്ഷേ ഈ ഡബിൾ ഇത് കൊടുത്തപ്പോൾ അതിനെ ബൂളിയനാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. സോ അതാണ് ഈ ഡബിൾ എക്സ്ക്ലമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡബിൾ ബാങ്ക് അതാണ് യൂസ് ചെയ്യുന്നത്. സോ എംപ്റ്റി സ്ട്രിങ് വാല്യൂ ഫോൾസി ആണ്, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫോൾസ് ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ സെയിം പോലെ തന്നെയാണ് ലൈക്ക് എക്സ്ക്ലമേറ്ററി 1 നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അത് കൺവേർട്ട് ചെയ്തിട്ട് ബൂളിയനാക്കി ട്രൂത്തി വാല്യൂവിനെ അത് ബൂളിയനാക്കി നമുക്ക് തരുന്നു, കൺവേർട്ട് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. സോ എനി നമ്പർ ട്രൂത്തി ആണെങ്കിൽ ആ ട്രൂ റിട്ടേൺ ചെയ്യും. ഡീഫോൾട്ട് വാല്യൂ വയ ഓർ വെച്ചിട്ട് ബേസിക്കലി തരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഓറിൻ്റെ മുമ്പത്തെ വാല്യൂ ഓറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എഴുതി ചുമ്മാ എഴുതാം ലെറ്റ് ഇൻപുട്ട് ഈക്വൽ ടു എംപ്റ്റി സ്ട്രിങ് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കോൺസ്റ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തു. യൂസർ നെയിം ഈക്വൽ ടു ഇൻപുട്ട് ഓർ മാക്സ് എന്ന് പറഞ്ഞ് എഴുതി നമ്മൾ. ഓക്കെ, സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും യൂസർ നെയിമിൽ വരുന്നുണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യൂസർ നെയിമിൽ വരാൻ പോകുന്ന വാല്യൂ ബേസിക്കലി മാക്സ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് ട്രൂത്തി വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ഓറിൽ അതായിരിക്കും എടുക്കേണ്ടത്. ഇൻപുട്ട് എം ടി ആണെങ്കിൽ ബേസിക്കലി അത് മാക്സ് എന്നുള്ള വാല്യൂ ആയിരിക്കും എടുക്കേണ്ടത്. ഇഫ് ഇൻപുട്ട് ഈസ് ലൈക്ക് വേറെ എന്തെങ്കിലും വാല്യൂ ആണെങ്കിൽ, ഇപ്പം ഞാനൊരു ഇതാണ് ഇൻപുട്ടിൻ്റെ വാല്യൂ ഞാനിവിടെ കൊടുക്കുന്നത് സച്ചിൻ തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ യൂസർ നെയിം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് യൂസർ നെയിം 1 നമ്മൾ കൊടുത്ത വാല്യൂ ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ട്രൂത്തി വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു പീസ് ലോഗ്ഡിനിൽ നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്താ വെച്ചാൽ ലാസ്റ്റ് ട്രൂത്തി വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അത് തരും, അല്ലെങ്കിൽ ഫസ്റ്റ് ഫോൾസ് വാല്യൂ എന്ന് വെച്ചാൽ അതായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ എഴുതാം കോൺസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം കാർട്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എഴുതാണ് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കോൺസ്റ്റ് ഈസ് ലോഗ്ഡ് ഈക്വൽ ടു ഞാൻ ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, ലെറ്റാക്കി തൽക്കാലം ചേഞ്ച് ചെയ്യേണ്ടി വന്നാലോ, ലെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എഴുതാണ് കോൺസ്റ്റ് കാർട്ട് ഈക്വൽ ടു ഈസ് ലോഗ്ഡ് എന്നിട്ട് ആൻഡ് എന്നിട്ട് ഞാനിവിടെ അറേ എഴുതാണ്. അറേയിൽ ഞാൻ വന്നിട്ട് ഓക്കെ ഒരു സ്ട്രിങ് ആണ് അറേയിൽ കൊടുക്കുന്നത്, AB എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്തു. ഇനി ബേസിക്കലി ഇപ്പോൾ ഈസ് ലോഗ്ഡ് ഇൻ എന്ന് ഈസ് ലോഗ്ഡ് വാല്യൂ ബേസിക്കലി എന്താ പറയുക വെച്ചാൽ ട്രൂ ആണ്. അപ്പോൾ ബേസിക്കലി എന്താ റിട്ടേൺ ചെയ്യാന്ന് വെച്ചാൽ എന്തായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്? അറേയാണ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് ട്രൂത്തി വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും തരുന്നുണ്ടാവുക. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാണ്, ഈസ് ലോഗ്ഡ് ഇൻ ടു ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്താ വെച്ചാൽ ഓക്കെ ഇത് ഇടാം കാർട്ട് 1 എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക്. സോ കാർട്ട് 1 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ
എന്നിട്ട് നമ്മൾ കാർട്ട് 1 എന്ന് പറഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫോൾസി വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും ആൻഡ് ഓപ്പറേറ്ററിൽ തരേണ്ടവ. സോ ആൻഡ് എന്ന് വെച്ചാൽ സി ഫസ്റ്റ് വാല്യൂ അത് ഫോൾസ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് അത് റിട്ടേൺ ചെയ്യും, ആ വാല്യൂ റിട്ടേൺസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇവയെല്ലാം ഒരു ഷോർട്ട് കട്ടുകളാണ്. ഇഫ് എൽസ് ടെർണറി ഉപയോഗിച്ചാലും തീർച്ചയായും സെയിം റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഷോർട്ട് കട്ട്സ് ബേസിക്കലി കോഡ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കും, ക്ലീൻ ആക്കും നമുക്ക് പറയാൻ പറ്റും. ബട്ട് റീഡബിൾ കോഡാണ് ലൈക്ക് ഓൾവേസ് പ്രയോറിറ്റി. കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഇഫ് എൽസ് ഒക്കെ വെച്ച് യൂസ് ചെയ്ത് എഴുതിയാലും മതി. ഓക്കെ, സോ ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ ബൂളിയൻ ട്രിക്സ് ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ഷോർട്ട് കട്ട്സ് ഒക്കെ. സോ ഇതൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളുടെ കോഡ് കുറച്ചുകൂടി ഷോർട്ടർ ആക്കാം, സ്മാർട്ടർ ആക്കാം, കുറച്ചുകൂടി നീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. സോ നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.